ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു സംഗീതാസ് ഫുഡ് ഗാലറി. നമുക്കിന്ന് ഇഡ്ലി മാവ് ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഒരു ഈവനിങ് സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് ചെയ്യാനായിട്ട് ഞാനൊരു ബൗളിൽ 1 കപ്പ് ഇഡ്ലി മാവ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളറവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 സവാള പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. വലിയ സവാള ആണെങ്കിൽ പാതി എടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 പിഞ്ച് സോഡാപ്പൊടിയും. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ടുള്ള പാകമായിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. മാവ് ഒരുപാട് തിക്കായിട്ടുണ്ടെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് വറുത്തെടുക്കണം. അപ്പം നമുക്ക് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി മാവിനെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫോർക്ക് വെച്ചിട്ട് നല്ല ഇതിനൊന്ന് മാറ്റി കൊടുക്കണം. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് 2 സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പൊ കണ്ടില്ലേ, ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ബാച്ച് മാവും ഇതേപോലെ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ അടുത്ത ബാച്ചും റെഡി ആയിട്ടുണ്ട്. ഇതിന് ഉപ്പ് ചേർക്കുമ്പോൾ നോക്കിയിട്ട് വേണം കേട്ടോ ചേർക്കാൻ. ഇഡ്ലി മാവിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും, അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്കിത് കോരി മാറ്റി വെക്കാം. ഇതേപോലെ നമ്മളെല്ലാ മാവും ഇതേപോലെ റെഡിയാക്കി എടുക്കേണ്ടതാണ്. ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഇഡ്ലി മാവ് ബോണ്ട റെഡിയായി കഴിഞ്ഞു. ഇത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ്. നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.